ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഐറിൻ മാത്യു. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 20/12/2024 ഉടമ്പടി എടുക്കാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നാലും എനിക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ മൂന്നാമത്തെ തവണയാണ് എന്തോ എനിക്ക് തന്നെ മനസ്സിൽ തോന്നി പെട്ടെന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത്. ഉടമ്പടി എടുത്ത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 6 നിയോഗങ്ങൾ നമുക്ക് ഉടമ്പടിയിൽ എഴുതാം. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നതെങ്കിൽ എൻ്റെ സ്വന്തം വീട് തൊടുപുഴയിലാണ്. 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതിയത്, എനിക്ക് ബാങ്കിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. തൊടുപുഴ കോപ്പറേറ്റീവ് ബാങ്കിൽ എനിക്ക് 20 lakhs ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പല സാങ്കേതിക തകരാറുകൾ കൊണ്ട് ബാങ്ക് പെട്ടെന്ന് പൊട്ടുകയാണ് ഉണ്ടായത്. കോപ്പറേറ്റീവ് ബാങ്ക് പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസരത്തുള്ള എല്ലാവർക്കും അവിടെ ഒരുപാട് ഡെപ്പോസിറ്റ് ഉള്ളവരായിരിക്കും. അങ്ങനെ നമുക്കുള്ള ഒരു എമൗണ്ട് അതില്ലാതായി. പെട്ടെന്നൊരു ദിവസം ബാങ്ക് പൊട്ടുക എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു അവസ്ഥയായിപ്പോയി. ബാങ്ക് അതിന് റെസ്പോൺസിബിൾ അല്ല എന്നിങ്ങനെ പറയുന്നത്. അവസാനം ഞാനിവിടെ ഉടമ്പടിയിൽ 6ാമത്തെ നിയോഗമായിട്ട് അത് സാധിക്കില്ല എന്ന് പലരും പറഞ്ഞു. പല നാഷണലിസ്റ്റ് ബാങ്കുകാരും ആ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. നിങ്ങളല്ലാതെ ആരെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമോ എന്നുള്ള ഒരു അഭിപ്രായം പല മാനേജേഴ്സും എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഉടമ്പടിയിൽ ലാസ്റ്റ് വെച്ചൊരു കാര്യം, ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിലെത്തി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ഐറിനല്ലേ, നിങ്ങളുടെ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതുവരെ ഞാൻ ബാങ്കിലെ മാനേജറിൻ്റെ അടുത്ത് പോയി കാണും, അല്ലെങ്കിൽ അവരെ വിളിക്കും. അപ്പോൾ അവർ ഒന്നെങ്കിൽ ഫോൺ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. കിട്ടില്ല എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് തിരിച്ച് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ 20 lakhs റുപ്പീസാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഡെപ്പോസിറ്റ് അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പലിശ എല്ലാം ചേർത്ത് ഫുൾ എമൗണ്ട് മെയ് മാസത്തോടു കൂടി എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഒരു ഫലമായിട്ട് കിട്ടിയൊരു കാര്യമാണ് അത്. ഉടമ്പടി എടുത്തതിൽ നിന്ന് മാത്രമാണ് എനിക്കിത് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ഉടമ്പടിയിൽ ഞാൻ വെച്ചതും അങ്ങനെ തന്നെയാണ്. ഒരു വിശ്വാസം ഇല്ലായിരുന്നു അത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ എനിക്കത് കിട്ടി. പിന്നെ എനിക്ക് വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഒരു സാക്ഷ്യം പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഡെയിലി കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളാണിപ്പം. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്. കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത് സാഹചര്യങ്ങൾ, ഞാൻ ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ രാവിലെ 7 മണിക്ക് പോകുന്ന ഒരാൾ കുർബാനകൾ സാധാരണ രാവിലെയാണ് അല്ലേ, എല്ലാ ഇടവകളിലൊക്കെ രാവിലെ 6 മണിക്ക് 6:15 പക്ഷേ എനിക്ക് വൈകുന്നേരം 5:45 കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ളൊരു സാഹചര്യം വന്നു. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും പറ്റുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതും ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം ഞാൻ കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യ ഉടമ്പടി എടുത്ത് പോയ ഒരു സമയത്ത് പത്രം കൊടുത്തത് എനിക്കത് മൊത്തം കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷനിലൊക്കെ ആളുകളോട് അങ്ങോട്ട് ചോദിക്കും, ഞാൻ കൃപാസനത്തിൽ പത്രം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടാന്ന് പറയും. ഞാൻ പത്രം അവരുടെ മുമ്പിലേക്ക് കൊടുത്തിരുന്നില്ല. ചോദിക്കും, വേണ്ടെന്ന് പറയും, ഞാൻ കൊടുക്കില്ല. പകുതി പത്രം പോലും എനിക്ക് ആ സമയം ആദ്യത്തെ ഉടമ്പടിയിൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ ബാഗിൽ എല്ലാ ദിവസവും കൊണ്ടുപോകും, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ 2ാമത് ഞാൻ പുതുക്കിയ സമയത്ത് എനിക്ക് 3 കെട്ട് പത്രമാണ് തന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, 1 കെട്ട് പത്രം കൊടുക്കാതെ ഞാൻ എങ്ങനെ 3 കെട്ട് പത്രം വിതരണം ചെയ്യും? അതിനൊരു ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ധൈര്യത്തിൻ്റെ കാര്യമില്ല ഒരു പത്രം കൊടുക്കാൻ, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ 3 കെട്ട് പത്രം അന്ന് വൈകുന്നേരം ഞാൻ തൃപ്പൂണിത്തുറ മാർക്കറ്റ് റോഡിൽ ഇവിടെ നിന്ന് പോയി. അന്ന് വൈകുന്നേരം ഞാൻ ബസ് ഇറങ്ങി. ഞാൻ എനിക്ക് തോന്നി തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ അവിടെ ഇറങ്ങി ഞാൻ ആദ്യം ഒരു കെട്ട് കയ്യിലെടുത്ത്. കെട്ട് പത്രം ഞാൻ റാൻഡമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു. ഞാൻ കൊടുക്കുന്നവരെല്ലാവരും അത് വാങ്ങി. എനിക്കതൊരു ഷോക്കിംഗ് ആയിരുന്നു. അതെങ്ങനെ ഒരു കെട്ട് പെട്ടെന്ന് തന്നെ തീർന്നു. അടുത്ത കെട്ട് പേപ്പർ എടുത്തു. ഞാൻ പേപ്പർ കൊടുക്കാൻ തുടങ്ങിയപ്പം ഒരു പൂ വിൽക്കുന്ന കടയിലൊരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മാസത്തെ പത്രം എനിക്ക് കിട്ടിയില്ല മോളെ, എന്നും പത്രം തരുന്ന ആൾ വന്നിട്ടില്ല. പെട്ടെന്ന് ഞാൻ വിചാരിച്ച്, ഇങ്ങനെ എല്ലാവരും പത്രം കൊടുക്കുന്നുണ്ട്, പത്രത്തിനായി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
അതെനിക്ക് അതും എനിക്ക് അത്ഭുതമായിരുന്നു. അത് ആ രണ്ടാമത്തെ കെട്ടും പെട്ടെന്ന് തന്നെ തീർന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മൂന്നാമത്തെ കെട്ട് ഇനി തീരില്ലായിരിക്കും. അത് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ തീർന്നു. അപ്പോൾ ആദ്യം ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് കടയിലെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ എന്തോ പിരിവിന് വരുന്നവരാണ്, അമ്പലത്തിൽ അങ്ങനത്തെ പിരിവിന് വരുന്ന ആളാണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു സാക്ഷ്യം ഞാൻ അവരുടെ അടുത്ത് പറയാനായിട്ടും കൂടി ശ്രമിച്ചു. അതായത് രണ്ടാമത്തെ കെട്ട് പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടി. ഇത് അച്ഛൻ പറയുന്ന പോലെ നമ്മളത് സാക്ഷ്യം ഇവിടെ പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിലും അത് പറയാനായിട്ട്, മാതാവിനെ പറ്റി പറയാനും എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം പറയാനുമായിട്ട് ഞാൻ ഈ ഒരു സാക്ഷ്യം ഞാൻ പലരുടെയും മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ കോളേജിൽ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് ഒക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, പലരും എന്നെ കളിയാക്കുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നമ്മളൊരുപാട് ഭക്തി കാണിക്കുന്നു ഓവറായിട്ട്. അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പം ഞാനത് മൈൻഡ് ആക്കാറില്ല. ഭക്തി എന്നുള്ളത് ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കാര്യം, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ, അതെല്ലാം ഞാൻ ആരെയും നോക്കാറില്ല, ആരെയും ശ്രദ്ധിക്കാറില്ല. എൻ്റെ പ്രാർത്ഥന, എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ അതെല്ലാം ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ശീലം. എൻ്റെ മുമ്പിൽ ആര് കൈനീട്ടി ഇപ്പം പുറത്തേക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഭിക്ഷ യാചിക്കാനായിട്ട് പലരും നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. അപ്പോൾ ആദ്യം പണ്ട് ചെയ്തിരുന്നേക്കാളും കൂടുതലായിട്ട് ആര് വന്ന് കയ്യിൽ നീട്ടിയാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും കൊടുക്കാം എന്നൊരു മനസ്സെനിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാളെ കാണുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കണം, അങ്ങനെ ഒരു തോന്നൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടി എന്നുള്ളത് എൻ്റെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ യൂട്യൂബിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട്. ഈ പത്രവിതരണം മാത്രമല്ല, ഞാൻ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എല്ലാ ദിവസവും കേൾക്കുന്ന ആളാണ്. ഞാൻ 5:30 മുമ്പായിട്ട് തന്നെ പ്രാർത്ഥനകൾ ചൊല്ലും. പിന്നെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് വീഡിയോ ആ സമയത്ത് കേട്ടില്ലെങ്കിലും പിന്നീടൊരു കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഞാൻ വീഡിയോ കേൾക്കാറുണ്ട്. ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ആയിട്ട് ഇടാറുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങളെല്ലാം തന്നെ പല സമയങ്ങളിലായിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട്, അത് ഷെയർ ചെയ്യാറുണ്ട്. പലരെയും അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ പള്ളിയെപ്പറ്റിയും അത്ഭുതങ്ങളെപ്പറ്റിയും എല്ലാം. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവന്നതിലും ഈ വിശ്വാസ ജീവിതത്തിൽ നയിക്കുന്നതിലും മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി. ഹെബ്രായർ 4:16 വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഐറിൻ മാത്യു എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഭവത്തെയാണ് നമ്മോട് പങ്കുവച്ചത്. മകൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹം, അത് 20 ലക്ഷം രൂപ കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ചത് ബാങ്ക് പൊട്ടിപ്പോവുകയും എന്നാൽ മകൾ നിരന്തരം ഇടപെടുകയും അത് മാതാവിൻ്റെ അരികിൽ നിയോഗം 6ാമതായി എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മകളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇങ്ങോട്ട് വിളിച്ച് മകളുടെ മുഴുവൻ പണവും അത് പിൻവലിക്കുവാനായിട്ട് അനുവാദം കൊടുത്ത് ആ 20 ലക്ഷത്തോളം രൂപ അത്ഭുതകരമായിട്ട് ബാങ്കിൽ നിന്ന് പിൻവലിക്കുവാൻ അതിനെയാണ് മകളെ സന്തോഷത്തോടെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. എന്നാൽ മകളുടെ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വളരെ ഗൗരവത്തിൽ ടച്ച് ചെയ്യുന്ന 1-2 വിഷയങ്ങളുണ്ട്. അത് ആദ്യത്തേത് അനുദിന ദിവ്യബലിയിലേക്കും 2 ആഴ്ചയിലൊരിക്കലുള്ള കുമ്പസാരത്തിലേക്കും മകളുടെ ജീവിതക്രമം മാറിയതിനെക്കുറിച്ചാണ്. മകളത് പറയുന്നുണ്ട്, എനിക്ക് ഉടമ്പടിക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. ഉടമ്പടിയിൽ വന്ന ആദ്യകാലത്തും എനിക്ക് അല്പം ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അതിരാവിലെ ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിലും കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണെങ്കിലും മുടങ്ങാതെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ബലിയർപ്പണത്തിന് പങ്കുചേരുവാൻ അമ്മ മാതാവ് എനിക്ക് അവസരം ഒരുക്കി തരികയും ഞാനത് സന്തോഷത്തോടെ പങ്കുചേരുകയും ചെയ്യുന്നു. അതൊരു കുർബാന മുടങ്ങിയാൽ എനിക്ക് വലിയ ദുഃഖമാണ്, ഭാരമാണെന്ന് അത് എടുത്തു പറയുന്നുണ്ട്. അതാണ് വിശുദ്ധ ബലിയോടുള്ള നമ്മുടെ ആത്മബന്ധത്തിൽ വരുന്നൊരു പ്രത്യേകത. വിശുദ്ധ ബലി നമുക്ക് പലതരത്തിൽ പങ്കുചേരാമല്ലോ. അത് ഉടമ്പടിയിലെ നിബന്ധനയായതുകൊണ്ട് പോയി കാണുന്നതിന് വേണ്ടി കാണാം. ഇനി മനസ്സില്ലാ മനസ്സോടെ പാതി മനസ്സോടെ എല്ലാ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച ബലിയിൽ പങ്കുചേരാം. മറിച്ച് ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനത്തോട്
നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് ആത്മഭാരത്തോടു കൂടി ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ആ യേശുവിൻ്റെ അതേ മനസ്സോടുകൂടി ആ ബലിയിൽ നമുക്ക് ഓരോ തവണയും പങ്കുചേരാൻ പറ്റും. നമ്മൾ എപ്പോഴൊക്കെയാണോ ആത്മഭാരത്തോടു കൂടി ഒരു ബലിയിൽ പങ്കുചേരുക, ആ ബലിയാണ് പൂർണ്ണ ബലിയായിത്തീരുന്നത്. ആ ബലിയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ ബലിയായിത്തീരുന്നത്. നാം ആഗ്രഹിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും ഈശോ അർപ്പിച്ച ബലി പോലെ ഞാൻ അർപ്പിക്കുന്ന ബലിയിൽ പങ്കുചേരണം എന്നതിനെക്കുറിച്ചാണ്. അല്പം പോലും ശ്രദ്ധ പതരാതെ എൻ്റെ ഈശോയെ ഓരോ നിമിഷവും ബലിയിൽ കണ്ടുകൊണ്ട് ഈശോയുടെ പടപിടകളെയും അവിടുത്തെ മഹത്വത്തിൻ്റെ ഉത്ഥാനത്തെയും മനസ്സിൽ കൃത്യമായി അവ ഓരോ സമയത്തും ദർശിച്ചുകൊണ്ട് ബലിയോട് ചേരുമ്പോൾ ബലി നമുക്ക് ജീവിതമാകും, ബലി നമുക്ക് അനുഭവമാകും. ആ ഒരു വലിയ ആത്മബോധം മകൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചതിനെ സന്തോഷത്തോടെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന് മകൾ വളരെ സന്തോഷത്തോടെ പങ്കുവെച്ചത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ ഒരു കെട്ട് പത്രം, 18 പത്രം, അത് പകുതി പോലും കൊടുക്കുവാൻ സാധിച്ചില്ലെന്നാണ് മകൾ സൂചിപ്പിച്ചത്. 9 എണ്ണം പോലും ഒന്ന് കൊടുക്കുവാൻ സാധിച്ചില്ല. പലപ്പോഴും മറ്റുള്ളവർ റിജക്റ്റ് ചെയ്തു, ചിലപ്പോഴെങ്കിലും കളിയാക്കി. കോളേജിൽ തന്നെ പലരും അത് കളിയാക്കി, പുതിയ പ്രാർത്ഥനക്കാരി എന്ന് അവരെ കണ്ടു തുടങ്ങി. അങ്ങനെയൊക്കെ മകൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് തന്നെ ഇതൊന്ന് ഒരു മനസ്സ് തുറന്ന് കൊടുക്കുവാനാവാത്ത വിധം ഞാൻ വിഷമത്തിലായെന്ന്. എന്നാൽ രണ്ടാമത് പുതുക്കി കഴിയുമ്പോൾ കിട്ടിയത് 3 കെട്ട് പത്രമാണ്. അത് ഓരോ മാസവും നമ്മൾ ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനുള്ളത് സ്വീകരിക്കാതിരുന്നത് കൊണ്ടാണ് ഒരുമിച്ചത് കൊടുത്തത്. മകൾ പറയുന്നുണ്ട്, ഞാനിത് ചെന്ന് എന്ത് ചെയ്യുമെന്നറിയാതെയാണ് ഞാനത് അമ്മയുടെ കരങ്ങളിൽ നിന്ന് ഇത് വാങ്ങി ഇവിടെ പ്രാർത്ഥിച്ച് എന്നെ സഹായിക്കണമെന്ന് അമ്മയോട് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നത്. അവിടെ നടന്നതൊക്കെ അത്ഭുതമായിരുന്നു. ഇത് ഈ മാസത്തത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരെ കണ്ടു. എടുത്തുടനെ പെട്ടെന്ന് കൊടുത്തു തീർക്കുവാൻ സാധിച്ചത് കണ്ടു. തനിക്ക് ലഭിച്ച ഈ വലിയൊരു അനുഭവത്തെ, ദൈവാനുഭവത്തെ പങ്കുവെച്ച് കൊടുക്കുമ്പോൾ ആഗ്രഹത്തോടെ അത് സ്വീകരിക്കുന്നവരെ കണ്ടു. പ്രിയമുള്ളവരെ, പ്രേക്ഷിത പ്രവർത്തനം നമ്മളൊന്ന് സ്റ്റാറ്റസ് കുറച്ചുകൊണ്ട് ചെയ്യുന്നൊരു പ്രവർത്തനം കൂടിയാണ്. നമുക്കത് സാധാരണ നിലയിൽ ഈ കൃപാസനത്തിൻ്റെ പത്രമാവട്ടെ, ഒരു ദൈവവേലയാവട്ടെ, അത് പരസ്യമായി ഒന്ന് നടന്ന് ചെയ്യുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ദൈവികമായ സന്ദേശത്തെ ഓരോ ഉടമ്പടി ധ്യാനത്തിലും ജോസഫ് അച്ഛനിലൂടെ നമുക്ക് കൈമാറുന്ന ദൈവികമായ സന്ദേശത്തെ ഈ എൽത്താരയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിതം എത്ര കണ്ട് ദൈവം അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ അനുഗ്രഹിച്ചുവെന്ന മക്കൾ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളുമാണ് നമ്മുടെ ഓരോ കൃപാസനം പത്രത്തിലുമുള്ളത്. അത് നമുക്ക് കൈമാറുന്ന ഉത്തരവാദിത്തം വിശ്വാസമില്ലാത്തവർക്കത് വിശ്വാസം വരുന്നതിന് വേണ്ടി, ദൈവസ്നേഹത്തിലേക്ക് വളരുന്നതിന് വേണ്ടി കൈമാറുന്നതാണ്. വിശ്വാസമുള്ളവരെ അതിൽ ആഴപ്പെടുത്തുവാൻ വേണ്ടി കൈമാറുന്നതാണ്. എന്നെ മറ്റുള്ളവരത് എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങളത് സങ്കടപ്പെടേണ്ടതില്ല. കാരണം യേശുനാമത്തിലാണ് ഈ പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകുന്നത്. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, തിരസ്കരണത്തിൻ്റെ നാളുകളിൽ നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ വേല ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ അത് നമുക്ക് ഓരോ അവസരത്തിലും ദൈവം പുതിയ പുതിയ വഴികൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ, നമ്മളെ സ്വീകരിക്കുന്ന ഇടങ്ങൾ നമുക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ മനസ്സുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് പൂട്ടിട്ടാൽ പിന്നെ ഉടമ്പടി തന്നെ പൂട്ടിപ്പോയ പോലെ ജീവിക്കേണ്ടി വരും. നമ്മൾ തന്നെ ഈ കൃപാസനം പത്രം സ്വീകരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഓടാമ്പലിട്ട് ഇത് കയ്യിലിരിക്കട്ടെ, ഇതെവിടെയെങ്കിലും വെച്ച് രക്ഷപ്പെടാം എന്ന് കരുതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഉടമ്പടി നിയോഗങ്ങൾക്ക് സംഭവമുണ്ടാവും. കാരണം നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ ദൈവത്തെ കബളിപ്പിക്കുന്നത് പോലെയാണ് തീരുമാനിക്കുന്നത്. മറിച്ച് 2 പേർ എന്നെ തിരസ്കരിച്ചാലും 3 പേർ എന്നോട് കയർത്താലും ഞാൻ ജീവിക്കുന്ന ഇടത്തിൽ എന്നെ കളിയാക്കിയാലും എൻ്റെ യേശുവിനെ പ്രതി ആ അപമാനം സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് തീരുമാനിച്ചാൽ ഈശോയെ പ്രതി നമ്മളെ തന്നെ സ്വയം ചെറുതാക്കുന്നത് കൊണ്ട് ഈശോ നമ്മളെ വേഗത്തിൽ അനുഗ്രഹിക്കും. വചനം നമുക്ക് തരുന്ന ഉറപ്പതാണ്. കാരണം എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ക്ലേശിതരായാൽ അത് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ നിക്ഷേപം സൂക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് കരുതുകയെന്ന്. പ്രിയമുള്ളവരെ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഈ ലോകത്തിൻ്റെ ഓരോ കാര്യത്തിനും നമ്മൾ പരക്കമ്പാൻ ഓടുന്നുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുവാനും അവന് വേണ്ടി സമയം ചെലവഴിക്കുവാനും അവന് വേണ്ടി സമർപ്പിക്കുവാനും നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്.
മോള് പറഞ്ഞു, പലപ്പോഴും എന്നെ പ്രാർത്ഥനക്കാരി എന്ന് പറഞ്ഞ് ചിലരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. നമുക്കറിയാമല്ലോ, കാലം എത്ര മാറി, എത്ര പേരാണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്, അതിനുവേണ്ടി എത്രയോ സമയം, എത്രയോ പണം ചെലവാക്കുന്നു, എത്ര കണ്ട് വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷേ ദൈവത്തോട് ചേരുമ്പോൾ മാത്രമാണ് ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ചില കളിയാക്കലുകളോ ഇകഴ്ത്തലുകളോ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. ഓർക്കണമേ, ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തിലേക്ക് എന്ത് സ്വീകരിച്ചാലും അത് ദൈവകൃപയുടെ അടയാളമായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി ജീവിതത്തിൻ്റെ മർമ്മമാണ്. ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾക്ക് 20 മാർക്കേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾക്ക് 30 മാർക്കേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിനാണ് 50 മാർക്കെന്ന്. കാര്യമെന്താ? ദൈവത്തെ ഓൺ ചെയ്യുക, ദൈവവിശ്വാസത്തെ ആഴപ്പെടുത്തുക, ദൈവവിശ്വാസത്തെ കൈമാറുക. അതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ലക്ഷ്യവും. അതിന് അല്പം പോലും വ്യതിചലിക്കാതെ ജീവിക്കുവാൻ സന്നദ്ധരായാൽ അതിന് ഏറ്റവും ഉപകരിക്കുന്ന കൃപാസനം പത്രത്തെ സ്നേഹത്തോടും സന്തോഷത്തോടും പങ്കുവെക്കുന്നവരായി നാം ജീവിക്കും തോറും നമ്മുടെ ജീവിത വിഷയങ്ങളെ ഈശോ ഏറ്റെടുക്കുന്നു, അമ്മ മാതാവ് ഏറ്റെടുക്കുന്നു, വേഗത്തിൽ സഹായിക്കുന്നു. നമുക്ക് പോലും അത്ഭുതകരമായത് കൺമുൻപിൽ അനുഗ്രഹമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച, മകൾക്ക് ലഭിച്ച പ്രത്യേകമായ ബോധ്യങ്ങൾക്ക്, ആത്മീയ സന്തോഷങ്ങൾക്ക്, ഈ ദൈവാനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.